ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കമ്പത്തോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഈ പുറകിൽ കാണുന്നത് കുമ്പളിയിൽ നിന്ന് വരുന്ന ഒറ്റയൊരു റോഡാണ്. ഇത് നേരെ ചെല്ലുന്നത് കമ്പം വഴിയാണ്. അത് കമ്പം ബൈപ്പാസ് കൂടെ കയറിയാണ് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കാറില്ല ഈ ടൂ വീലേഴ്സ്. അതുപോലെ തന്നെ ഒരു ബൈക്കിൽ ഒരു ഓട്ടോയിൽ കയറ്റുന്ന പെട്ടികളുമായിട്ടാണ് ഇപ്പോൾ ഒരാൾ പോകുന്നത്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മുന്തിരിത്തോപ്പിലേക്ക് നടക്കുകയാണ്. ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കാർ പാർക്കിംഗ് ചാർജസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എൻട്രൻസിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എൻട്രൻസ് ആയിട്ടുള്ള ഫീസുകളൊന്നുമില്ല, നമുക്കെല്ലാം ഫ്രീ ആയിരിക്കും. ഇപ്പോൾ നടന്ന് ചെല്ലുന്നത് നമ്മൾ മുന്തിരിത്തോപ്പിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ஜூஸ் இருக்குது, ஃப்ரெஷ் ஒயின் இருக்குது. அவ்வளோ கண்டுட்டு வரும்போது நினச்சிக்கணும். முந்திரிங்க இருக்குது. முந்திரிக்கு எத்தனையா கிலோய்க்கு? கிலோய்க்கு 60. ലിയക്കുട്ടി, ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഒരു ഫോട്ടോ എടുത്താലോ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ട് പൊതുവേ ഇന്നിവിടെ. മഴയൊന്നുമില്ല. നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ കാണിക്കുന്നത് മുഴുവൻ നല്ല പറിക്കാൻ പാകത്തിനുള്ള മുന്തിരിയാണ്. അത് പല കാറ്റഗറി ഉണ്ട്. അതായത് വെട്ടി വിട്ടതുണ്ട്, അതുപോലെ തളുപ്പ് വരുന്നതുണ്ട്, അതുപോലെ പച്ചക്കായുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനും ജ്യൂസൊക്കെ, ഫ്രഷ് ജ്യൂസൊക്കെ ഇവർ തന്നെ അടിച്ച് തരുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ പന്തലിൻ്റെ പൊക്കം നമുക്ക് കഷ്ടിച്ച് പേൻ്റെയൊക്കെ തലയിൽ മുട്ടുന്ന രീതിയിലാണ്. ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുനിഞ്ഞു വേണം പോകാൻ. അതുപോലെ ആ ഒരു തലയിൽ മുട്ടില്ല എന്നുള്ള രീതിയിലാണ് മുന്തിരി തോട്ടങ്ങളിലെ പന്തൽ നിൽക്കുന്നത്. ഒരാൾ പൊക്കമുള്ള കരിങ്കൽ തൂണുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പന്തൽ അവരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വളം ഇടുമോ? എത്ര ദിവസം കഴിഞ്ഞ്? എന്നാ വളം? വളമിടുന്നതിനെ പറ്റിയാണ് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നത്. തോട്ടത്തിൻ്റെ അകത്ത് ധാരാളം പൈപ്പുകൾ കാണാം. ഈ പൈപ്പുകളിലൂടെയാണ് മുന്തിരിക്ക് ആവശ്യമായ വെള്ളം അവർ കൊടുക്കുന്നത്. വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന മുന്തിരികൾ ഇപ്പോൾ തളിരിട്ട് വന്നതാണ് ഈ കാണുന്നത്. അതിനൊരു പൂവും നമുക്ക് കാണാൻ പറ്റും. തോട്ടത്തിലൂടെ ട്രാക്ടറൊക്കെ കയറുവാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിലാണ് പന്തലിൻ്റെ ക്രമീകരണം. കാണുന്ന ഈ പന്തൽ പുതിയ തളിരുകൾ വരാൻ വേണ്ടി വെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ചിരിച്ചുകൊണ്ട് നന്നായിട്ട് കൊടുക്കും. ഇനി ഏണിപ്പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ബേഡ്സിനെയും സ്നേക്കിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിച്ചതും ഒരു പറ്റം കിളികൾ എന്നെ ആക്രമിക്കുകയാണ്. കൂടുതലായിട്ടും പാരറ്റാണെന്ന് തോന്നുന്നു. പാരറ്റ്, സ്നേക്കൊക്കെ ഇവിടെ ഉണ്ട്. സ്നേക്ക് എനിക്ക് ആദ്യമേ ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും
പിന്നെ അതൊക്കെ ആയി. ചെറിയൊരു ലൈറ്റായിട്ടൊരു തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് ആദ്യമേ ഒരു മടിയുണ്ട്, എന്നാൽ കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുന്തിരിത്തോപ്പിൻ്റെ വാതിക്കലാണ്. ഇവിടെ രണ്ട് ഭാഗത്തും മുന്തിരിത്തോപ്പുകളാണ് ഉള്ളത്. ഇവിടെ ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ചകൾ കണ്ടു പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടലിൻ്റെ പേര് ഡൗൺ ടൗൺ എന്നാണ്. ഈ ഹോട്ടലിൻ്റെ പുറകുവശത്തും അകവശത്തും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പുറകുവശത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുന്തിരി തോപ്പിൻ്റെ ആ മുകളിലത്തെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും. പുറത്ത് സൈഡാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ.